വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് 5 ഇംഗ്ലീഷ് എക്സാം ഇന്ന് കഴിഞ്ഞു അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ ഒരു പോയം നൽകിയിട്ടുണ്ട്. ആ പോയം വായിച്ച ശേഷം അതിന് താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കാം. ഫ്രണ്ട്സ് ഫോർ എവർ, എപ്പോഴും കൂട്ടുകാർ. വി പ്ലേ ഓൺ സ്വിങ്സ്, ഞങ്ങൾ ഊഞ്ഞാലിൽ കളിക്കും. ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്, പുല്ലിൽ എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യും, ഇങ്ങനെ ചിറകി കളിക്കും. ടേക്ക് ഫണ്ണി സെൽഫീസ്, നല്ല ഫണ്ണി ആയിട്ടുള്ള സെൽഫീസ് എടുക്കും. ഷെയർ അവർ ജോയ്സ്, നമ്മുടെ സന്തോഷം പങ്കുവെക്കും. വി വാച്ച് കാർട്ടൂൺസ്, കാർട്ടൂൺസ് കാണും. ആൻഡ് ഡാൻസ് അറൗണ്ട്, ചുറ്റും നൃത്തം ചെയ്യും. ആൻഡ് ലാഫ് അണ്ടിൽ വി ഫോൾ ടു ദ ഗ്രൗണ്ട്, നിലത്ത് വീഴുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും. വി പ്ലേ ഓൺ ഫോൺസ്, ഫോണിൽ നമ്മൾ കളിക്കും. ആൻഡ് പെയിന്റ് ഓൺ വാൾസ്, ചുവരിൽ പെയിന്റ് ചെയ്യും, നിറം നൽകും. വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദയ ഉണ്ടാവും. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഓൾ വി ഡു, നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്താണ്? കൂട്ടുകാർ, ചങ്ങാത്തമുള്ളവരാണ്. ആൻഡ് വിഷ് ഈച്ച് ഡേ വാസ് പ്ലേ ടൈം ടു, ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? ഈ ഒരു പോയത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഡു ദ സ്പീക്കർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് ഡൂയിങ് ടുഗദർ? എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഈ കൂട്ടുകാർ ചെയ്യുന്നത്, ഒരുമിച്ച് ചെയ്യുന്നത്? റീഡിംഗ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോംവർക്സ് ആണോ? നോ. കുക്കിംഗ് ആൻഡ് ഗാർഡനിങ് ആണോ? നോ. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്? പെയിന്റിംഗ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്? വാൾസ് പെയിന്റ് ചെയ്യുന്നു, റൂംസ് ക്ലീൻ ചെയ്യുന്നു, ഊഞ്ഞാലിൽ കളിക്കുന്നു, കാർട്ടൂൺസ് കാണുന്നു. ഏതായിരുന്നു? മൂന്നാമത്തേതായിരുന്നു. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്? വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് എന്ന വരിയിൽ കൂട്ടുകാരെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്. ഇറ്റ് ഷോസ് they have flashlights. It says about the value of their friendship. It explains the weather. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവിനെ കുറിച്ചാണല്ലേ പറയുന്നത്. ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം? ഈ പോയത്തിൽ കാണിക്കുന്ന ഇമോഷൻ എന്താണ്? ആങ്കർ, ദേഷ്യമാണോ? ജോയ്, സന്തോഷമാണോ? ഫിയർ, പേടിയാണോ? സർപ്രൈസ്, അതിശയമാണോ? എന്താണ്? ജോയ്, സന്തോഷമാണ് ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയില്ലേ? നാലാമത്തെ ചോദ്യം എന്തായിരുന്നെന്ന് അറിയാവോ? യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒത്തിരി ഫൺ മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. റൈറ്റ് ഓൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ഫൺ എഴുതാനാ പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോന്നായിരിക്കും. ടീച്ചറോട് ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. വി ട്രൈ ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യാൻ നോക്കി? പൂമ്പാറ്റയെ പിടിക്കാൻ നോക്കിയത്. അത് ഒരു ഫണ്ണായിട്ടുള്ള ഒരു ആയിരുന്നു, മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ടീച്ചർ ഇത് ഒരു എക്സാമ്പിൾ പോലെ നൽകിയെന്നേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ആക്ടിവിറ്റി 2, രണ്ടാമത്തെ ആക്ടിവിറ്റി ചോദിച്ചത് എഡിറ്റിംഗ് ആയിരുന്നു. റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ്. My is name Ainu. I am 10 years old. My best friend is Aisha. She is an good girl. We go by school together. ഇതിൽ എ എന്ന് കാണിക്കുന്നിടത്ത് തെറ്റുണ്ട്, ബി എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, ഇതിൽ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്. ഈ തെറ്റുകൾ തിരുത്തുക എന്നതാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം? മൈ ഈസ് നെയിം അല്ല, മൈ നെയിം ഈസ്. മൈ നെയിം ഈസ് ഐനു. I am 10 years old. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. I ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. I am 10 years old. My best ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. FRIEND ആണ്. ഓക്കെ, ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി എഴുതുക. മൈ ഫ്രണ്ട് ഈസ് ഐഷ. ഷീ ഈസ് ആൻ അല്ല, ഇവിടെ ജി ഉള്ളതിനാൽ എ ആണ്. ഷീ ഈസ് എ ഗുഡ് ഗേൾ.
വി ഗോ ടു, വി ഗോ ബൈ അല്ല, വി ഗോ ടു സ്കൂൾ ടുഗദർ. ഓക്കെ, ഇപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? ശരിയാണോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ? ഓക്കെ. ആക്ടിവിറ്റി 3 തോട്ട്സ് ആണ്. Attempt any one activity from the following 3A or 3B. ഇവിടെ മൂന്നിന് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. 3Aയും ഉണ്ട് 3Bയും ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, തോട്ട്സ് ആണ്. ഒന്നാമത്തേത് 3A വരുന്ന തോട്ട്, ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ചെസ്റ്റർ രാത്രി ഉറങ്ങിയില്ല. ടുമോറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. നാളെ എന്താണ് എൻ്റെ ആദ്യ ദിവസമാണ് സ്കൂളിലെ. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. ഹി ഫെൽറ്റ് ലേസി, അവന് മടി തോന്നി. ചെസ്റ്റർ വാസ് വറീഡ് ആൻഡ് അപ്സെറ്റ്. ചെസ്റ്റർ വറീഡ് ആൻഡ് അപ്സെറ്റ്, ദുഃഖിതമായി, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ നിൽക്കണം. ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്സ്. ഈ ചെസ്റ്റേഴ്സിൻ്റെ തോട്ട്സ് എഴുതുക. ചെസ്റ്ററിൻ്റെ തോട്ട്സ് എങ്ങനെ എഴുതാം? ഇവിടെ 3 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നോ? വിൽ ഹി മിസ് ഹിസ് ഹോം? അവൻ്റെ വീട് മിസ്സാവോ? വാട്ട് വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? ഫോറസ്റ്റിലെ ഫ്രണ്ട്സിനെ കുറിച്ച് അവൻ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യുക? ചെസ്റ്ററിൻ്റെ തോട്ട് എഴുതുക, ചെസ്റ്ററിൻ്റെ ചിന്തകൾ എഴുതുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അതുകൊണ്ട് ടീച്ചർ ഇവിടെ ആൻസർ പറയുന്നില്ല. 3Aയുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓർ അല്ലെങ്കിൽ 3B എഴുതാം. 3A അല്ലെങ്കിൽ 3B, ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആ തോട്ട്സും അതും തോട്ട്സ് എഴുതാനായിരുന്നു. The clown saw a blue engine coming. Will you pull us over the mountain? The boys and girls will have no toys or good food. The clown said. The little blue engine thought for a while. Write down the thoughts of the little blue engine. Little blue engine ന്റെ thoughts എഴുതാനാണ്. Will the blue engine be able to pull the train? What will she feel when she sees the dolls and toys crying? Will she think about the boys and girls on the mountain? അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ്റെ തോട്ട്സ് എഴുതുക എന്നുള്ളതായിരുന്നു 3B ക്വസ്റ്റ്യൻ. അപ്പോൾ 3A 3B ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചെസ്റ്റർ തോട്ടായിരുന്നു 3A, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ തോട്ടായിരുന്നു 3B. നാലാമത്തേത് റിഡിലാണ്. നാലാമത്തെ ആക്ടിവിറ്റി റിഡിലാണ്. The little train ran along the tracks. Her carts were full of toys and dolls. Can you identify them? ഇപ്പോൾ ഡോൾസും ടോയ്സും ആണ്. അക്രോസ് നേരെ എഴുതാനാണ്. 1ഉം 4ഉം ചോദ്യങ്ങൾ അക്രോസ് ആയിട്ട് എഴുതണം. ഐ ലവ് ഹണി, എനിക്ക് ഹണി ഇഷ്ടമാണ്. ഐ സ്ലീപ്പ് ഇൻ കേവ്സ്, ഞാൻ ഗുഹയിലാണ് താമസിക്കുന്നത്. 1 റൈറ്റിലേക്ക് എന്തായിരിക്കും? ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നോക്കാം. ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. ഐ ഹാവ് എ ട്രങ്ക്, ഞാൻ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. 4 റൈറ്റിലോട്ട് എന്താണ്? ഓക്കെ, ബെയറും എലിഫന്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബെയർ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ എലിഫന്റ്. ഇനി ഡൗൺ എന്തൊക്കെയാണ്? രണ്ടാമത്തെ ചോദ്യം ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ, ഞാൻ വെള്ളത്തിൽ കൂടി ഒഴുകും. ആൻഡ് ക്യാരി പീപ്പിൾ, ഞാൻ ആളുകളെ കൊണ്ടുപോകും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൗൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം ടോൾ, എനിക്ക് പൊക്കമുണ്ട്. ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്, എനിക്ക് നീളമുള്ള കഴുത്തുണ്ട്, ഞാൻ പച്ചിലകൾ കഴിക്കും. ഞാൻ ആരാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്, ഞാൻ സർക്കസിൽ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കൊമേഡിയനാണ്. ആരാണ്? രണ്ടാമത്തെ താഴോട്ട് ബോട്ടാണ്. ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, അത് ബോട്ടാണ്. 3 ഡൗൺ വരുന്നത് ജിറാഫ് ആണ്. 5 ഡൗൺ വരുന്നത് ക്ലൗൺ ആണ്. ഓക്കെ, ഇതായിരുന്നു ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, റിഡിലിൻ്റെ ആൻസർ ഇതായിരുന്നു. ബോട്ട്, ജിറാഫ്, ബെയർ, എലിഫന്റ്, ക്ലൗൺ. അഞ്ചാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് 5A or 5B. 5A എഴുതാം അല്ലെങ്കിൽ 5B എഴുതാം. 5A ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ. Chester is standing at the school gate. It was his first day at school. He was worried. Suddenly he met a child named Riley. He too looked sad. Chester shared the secret of kissing hand to comfort Riley. Write the conversation between Chester and Riley. Write at least
4 exchanges. 4 സെന്റൻസ് എങ്കിലും 4 പരസ്പരം സംസാരിക്കുന്ന 4 കാര്യങ്ങളെങ്കിലും വേണം. ഓക്കെ, അതിൽ ചെസ്റ്റർ സ്കൂളിന്റെ ഗേറ്റിൽ എത്തിയപ്പോൾ റിലിയും നല്ല സാഡായിട്ട് കാണപ്പെട്ടു. ചെസ്റ്റർ എന്ത് ചെയ്തു? ആ ഒരു രഹസ്യം റിലിയുമായിട്ട് പങ്കുവച്ചു. കിസിംഗ് ഹാൻഡിന്റെ രഹസ്യം പങ്കുവച്ചു. അത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതിന്റെ ആൻസർ ടീച്ചർ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓർ 5B ക്വസ്റ്റ്യൻ, അതും കോൺവെർസേഷൻ തന്നെയാണ്. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് ദ ലിറ്റിൽ ട്രെയിൻ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. ദ ഡോൾസ് ആൻഡ് ആനിമൽസ് ക്രൈഡ് ഔട്ട് ഓഫ് ജോയ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. I never thought you could do it. The little train congratulated the little blue engine. Write down the conversation between the little train and the little blue engine. Write at least 4 exchanges. ഇതും ലിറ്റിൽ ട്രെയിനും ലിറ്റിൽ ബ്ലൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. ഓക്കെ, ആറാമത്തെ ആക്ടിവിറ്റി പിക്ചർ സ്റ്റോറിയാണ്. Events of a story are given below. Develop the events into a story. ഇവിടെ നോക്കി, ഒരു ഡോഗ് ഉണ്ട്. ഡോഗ് ഒരു കോഴിയെ പിടിക്കാനായിട്ട് പോകുന്നു. ഐ വിൽ ക്യാച്ച് യു നൗ, ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കുമെന്ന് പറയുന്നു. കോഴിയെ പിടിക്കുന്നു. ഓപ്സ് ഐ ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ, ഞാനൊരു വലിയൊരു കുഴിയിൽ വീണുപോയെന്ന് പറയുന്നു. ആ സമയം കോഴി പറന്ന് രക്ഷപ്പെടുന്നു. ഓ ഗോഡ് ഐ ആം സേഫ്, കോഴി പറയുന്നു ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. അതെങ്ങനെ നമുക്ക് സ്റ്റോറി ആയിട്ട് എഴുതാം? വൺ ഡേ when a dog was walking, he saw a hen. ഒരു ദിവസം ഡോഗ് നടക്കുകയായിരുന്നു, ഒരു കോഴിയെ കണ്ടപ്പോൾ. He said, അവൻ പറഞ്ഞു, I will catch you now, ഞാൻ നിന്നെ ഇപ്പോൾ പിടിക്കും. And chased after the hen, എന്നിട്ട് കോഴിയുടെ പുറകെ പോയി. The dog catches the hen. ഡോഗ് എന്ത് ആരെ പിടിച്ചു? ഹെന്നെ പിടിച്ചു. While he was carrying the hen in his mouth, he fell into a pit. While ഈ കോഴിയുമായിട്ട് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കുഴിയിലേക്ക് വീണു. He cried, oops, I fell into a big hole. ഞാനൊരു വലിയ കുഴിയിൽ വീണു എന്ന് അവൻ കരഞ്ഞു. The hen escaped from his mouth and sighed. എന്ത് ചെയ്തു? ഈ കോഴി അവന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. Oh God, I am safe. ഞാൻ രക്ഷപ്പെട്ടു. The dog walked away in shame. ഈ നായ എന്ത് ചെയ്തു? നാണിച്ച് നടന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എക്സാം ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾ സ്റ്റോറി നിങ്ങളുടെ സെന്റൻസിലായിരിക്കും കേട്ടോ എഴുതിയിട്ടുണ്ടാവുക. ടീച്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.